ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായിരിക്കുന്ന രക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. അതായത് കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്നും കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിൽ വന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 3 എപ്പിസോഡിൽ ചില നാളുകൾക്ക് മുമ്പ് നാം ചിന്തിക്കുകയുണ്ടായത്. ആ രക്ഷയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടി ഇന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ഒന്നാമതായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഒന്നാമതായിട്ട് ഒരുവൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതായിരിക്കുന്ന വസ്തുത ദൈവം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ചോദിക്കാം, അത് ഏത് ദൈവമാണ്? എല്ലാവർക്കും ദൈവമുണ്ടല്ലോ, എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇനിയൊരു രക്ഷയുടെ ആവശ്യമുണ്ടോ എന്നൊരു പക്ഷെങ്കിൽ പല സംശയങ്ങൾ പലരിലും ഉടലെടുത്തു എന്ന് വരാം. എന്നാൽ ഈ ദൈവം ഇവിടെ പറയുന്നത് 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പോൾ ഈ ദൈവം ഏത് ദൈവമാണ്? ബൈബിൾ പറയുന്ന ദൈവം, ആ ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നുണ്ട്. ഈ ദൈവം ആരാണ്? ഈ ദൈവം മാനവജാതിക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്നുള്ള വിഷയങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ദൈവം, അത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പറഞ്ഞ കാര്യം, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുവൻ വിശ്വസിക്കേണ്ട ഒരു വസ്തുതയാണ് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളത്. ഈ ദൈവമാണ്, അതായത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ആ ദൈവം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചോ ആ ദൈവമാണ്, ആ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് ലോകത്തിൽ അനേക ദേവീ ദേവതന്മാർ അല്ലെങ്കിൽ മനുഷ്യരായി ജനിച്ചവരെ പോലും ദൈവം എന്ന് വിളിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ആദ്യ കാലം തൊട്ടേ അത് നാം കണ്ടുവരുന്നുണ്ട്. ഇന്ന് അനേകർ ആ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത് ദൈവം ഉണ്ട് എന്ന് ഒരുവൻ വിശ്വസിക്കണം. മാത്രമല്ല, ആ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ആദ്യ പുസ്തകം ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത് ആദിയിൽ ദൈവത്തെപ്പറ്റി പറയുകയല്ല, പിന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും മാത്രമാണ് സൃഷ്ടിച്ചത്. അതിൻ്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ ഉണങ്ങിയ നിലത്തിന് ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. അപ്പോൾ ഭൂമിയും സമുദ്രവും ഉണ്ടാക്കിയ ദൈവം, ഈ ദൈവത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. സമുദ്രവും ഭൂമിയും ഉണ്ടാക്കിയതായിരിക്കും ദൈവം. അത് മാത്രമാണോ? അതിൻ്റെ 11-ാം വാക്യത്തിൽ ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇന്ന് ലോകത്തിൽ കാണുന്നതായിരിക്കുന്ന ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന പുല്ല്, വിത്തുള്ള സസ്യങ്ങൾ, അതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, ഇവയൊക്കെയും സൃഷ്ടിച്ച ഒരു ദൈവം, ആ ദൈവത്തെയാണ് ബൈബിൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആ ദൈവമാണ് ഇവിടെ നാം കാണുന്നത് ഇത്യാദി കാര്യങ്ങൾ സൃഷ്ടിച്ചത്. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഭൂമിയെയും സമുദ്രത്തെയും ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, സകല സസ്യജലാദികളെയും ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു ദൈവമാണ്. അതുമാത്രമല്ല, 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ നിന്ന് പുല്ലും അതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു എന്ന് നാം കാണുന്നു. മാത്രമല്ല, അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ നാം കാണുന്നത് വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ
ആകാശവിധാനത്തിൽ പറവജാതികൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ ജലജന്തുക്കളെ ഉണ്ടാക്കിയ ദൈവം അതുമാത്രമല്ല ആകാശവിധാനത്തിൽ പറക്കുവാൻ പറവകളെ ഉണ്ടാക്കിയതായിരിക്കുന്ന ദൈവം. ഇതിനെ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഈ വിധത്തിൽ ഒരു ദൈവത്തെ വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അനേക ഗ്രന്ഥങ്ങൾ, നമുക്ക് മതഗ്രന്ഥങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിൽ തന്നെയും ആ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം എന്ന് മാത്രമല്ല, ആ ദൈവം ആരാണ്, ഏത് ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്, എല്ലാവരും പറയുന്നതായിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല. പിന്നെയോ ഈ വിധത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച്, പറവജാതികളെ സൃഷ്ടിച്ച്, ജലജന്തുക്കളെ സൃഷ്ടിച്ച്, ഭൂമിയും അതിൻ്റേതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു ദൈവം. അതുമാത്രമല്ല 26-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാൻ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ 26-ാം വാക്യത്തിൽ പറയുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാധിച്ച പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവം. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, എബ്രായർക്കെതിരെ 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്, ബൈബിൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, മാത്രമല്ല മാനവജാതിയെ എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ മണ്ണിൽ നിന്നും എടുത്ത് സൃഷ്ടിച്ചതായിരിക്കുന്ന, നിർമ്മിച്ചതായിരിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടത് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. വലുവനായിരിക്കും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ആ ദൈവം ആരാണെന്ന് നാം ചിന്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നതായിരിക്കുന്ന ആ ദൈവം ഉണ്ടെന്ന് നാം വിശ്വസിക്കണം, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് പുത്രനിൽ വിശ്വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക. മാത്രമല്ല, ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. അത് ഏവനും നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ, രക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പുത്രനെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം കൂടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നതും, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പോൾ രക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാശത്തിൻ്റെതായിരിക്കുന്ന പാതയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് രക്ഷ ലഭിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ, അർത്ഥാത് 2025 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ ജാതനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും എന്ന് ഇവിടെ നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. ആ ദൈവം ഏത് ദൈവമാണ്, ആ ദൈവം ആരാണ്, ആ ദൈവത്തെ ബൈബിൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്രകാരമുള്ള ഒരു ദൈവത്തെ ഒരു ഗ്രന്ഥത്തിലും പരിചയപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയില്ല. മാത്രമല്ല, ദൈവം അയച്ചതായിരിക്കുന്ന തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനിൽ നാം വിശ്വസിക്കണം എന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കാം. അപ്പോസ്തല 4-ാം അധ്യായം 12-ാം വാക്യം ഇവിടെ കാണുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ സ്വർഗത്തിൽ രക്ഷിക്കപ്പെടും. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ വേറൊരു നാമമില്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഒഴിച്ച്. അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ദൈവം അയച്ചതായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കണം. അല്ലാതെ വേറൊരു മാർഗവുമില്ല, വേറൊരുത്തനിൽ രക്ഷയില്ല. പുണ്യവാളന്മാരിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ,
തീർത്ഥയാത്ര ചെയ്തതുകൊണ്ടോ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും രക്ഷ ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായും സ്പഷ്ടമായും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വലിയവനായിരിക്കും ദൈവം അയച്ചതായിരിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. മാത്രമല്ല, ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഇവിടെ നാം കാണുന്നത് രക്ഷയെങ്കിലേക്ക് ഒരുവന് കടന്നു വരുവാൻ തക്കവണ്ണം വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വസ്തുത ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൽ 9-ാം വാക്യം. ഇവിടെ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക. യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുന്നു, നാം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. യേശു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എൻ്റെയും പാപത്തിന് വേണ്ടിയാണെന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം നാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്, അതിൽ നിന്നും ഉപരിയായി ഇവിടെ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയണം. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയേണ്ടത് യേശുവിന് പൂർണ്ണ കർത്തൃത്വം നമ്മൾ കൊടുത്തിരിക്കണം. ഏത് മുഹൂർത്തത്തിൽ നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവോ, കർത്താവിനെ നാം വിശ്വസിക്കുന്നു, ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ, ദൈവം അയച്ചതായിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു, ആ സമയത്ത് വേറൊരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അത് മറ്റൊന്നുമല്ല, യേശുവിനെ കർത്താവെന്ന് നമ്മൾ ഏറ്റുപറയും എന്ന് പറഞ്ഞാൽ അതുവരെ സാത്താൻ്റെ അധീനതയിലായിരുന്ന നാം ഇപ്പോൾ കർത്താവിൻ്റെ കർത്തൃത്വത്തിൽ നാം ആയിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ കർത്തൃത്വം എന്ന് പറയുമ്പോൾ നാം മൊത്തമായിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഇനി മുൻപോട്ടുള്ളതായിരിക്കും ജീവിതത്തിൽ എൻ്റെ നായകനായിട്ടുള്ളത് എൻ്റെ കർത്താവാണ്, മറ്റാരുമല്ല എന്ന ഒരു മാറ്റം ഒരുവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത്, ഇത് മതപരിവർത്തനമല്ല, ഇത് മനപരിവർത്തനമാണ്. ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുമ്പോൾ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വസ്തുതയാണ് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. എല്ലാവർക്കും മനപ്പാട് അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ തന്നെയും യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക എന്ന് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് സാധാരണ കൊടുക്കാറില്ല. യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നു, യേശു ക്രിസ്തു എൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു, ഇപ്രകാരം എല്ലാം നാം പറയാറുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്, അത് ചെയ്തിരിക്കണം. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വേളയിൽ ഒരു വലിയൊരു തീരുമാനം നാം എടുക്കുകയാണ്. യേശു എൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞാൽ യേശുവിന് ഞാൻ എൻ്റെ പൂർണ്ണ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ യേശു എന്ത് പറയുന്നു അതനുസരിച്ച് എൻ്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന ചലനങ്ങൾ, എൻ്റെ വാതാവരണം, എൻ്റെ ചിന്താധാര, എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ സ്വഭാവ രീതി എല്ലാം എൻ്റെ കർത്താവിൻ്റെ ഈ ഹിതത്തിനനുസരിച്ച് ആയിരിക്കും. അതാണ് പറയുന്നത് യേശുവിനെ കർത്താവെന്നുകൊണ്ട് നമ്മൾ വായ് കൊണ്ട് ഏറ്റു പറയണം. ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ ഇന്ന് ഇത്രമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും രക്ഷയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം ഇത് അനേകർ കേൾക്കുന്നതിനും അനേകർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കണം, അനേകർ രക്ഷയെങ്കിലേക്ക് ഇത് മുഖാന്തരം കടന്നു വരുവാൻ തക്കണം ഇടയാകേണ്ടതിനായിട്ട് നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദൈവം എവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.